നാടിന്റെ വികസനത്തിന് പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊന്നുമില്ല. വികസനത്തിന് എല്ലാവരും കൈകോർക്കണം. മുഖ്യമന്ത്രി. ലുലു ട്വിൻ ടവർ സംസ്ഥാനത്തിന് അഭിമാനകരമായ സ്ഥാപനമെന്ന് മുഖ്യമന്ത്രി. നാടിന് വികസനം വന്നേ മതിയാകൂ. 500 കോടി മുടക്കി ഇൻഫോ പാർക്ക് രണ്ടാം ഘട്ടത്തിൽ ലുലുവിന്റെ പദ്ധതി വരുന്നു. പദ്ധതിക്ക് എല്ലാ സഹായവും സർക്കാർ നൽകും. 7500 പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണ്. നാടിന്റെ വികസനത്തിന് പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊന്നുമില്ല. വികസനത്തിന് എല്ലാവരും കൈകോർക്കണം. അതാണ് നടന്നുവരുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന് ഉപദേശവുമായി കെ സി വേണുഗോപാൽ. യൂത്ത് കോൺഗ്രസ് ജാഗ്രതയോടെ പ്രവർത്തിക്കണം. അടിസ്ഥാനപരമായി വേണ്ടത് ജനങ്ങളുമായുള്ള ബന്ധം. ജനബന്ധമുള്ള പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൽ വേണം. ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കണമെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി. ചുരുളി സിനിമ വിവാദത്തിൽ നടൻ ജോജു ജോർജിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് സംവിധായകൻ ലിജോ ജോസഫ് എല്ലിശ്ശേരി. സിനിമയിൽ ജോജുവിന് നൽകിയ പ്രതിഫല കണക്കുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് പിൻവലിച്ചത്. ലിജോയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ച് ജോജു ജോർജ് രംഗത്തെത്തിയിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് പുറത്തുവിടണമെന്ന് ജോജു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ലിജോ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്തത്. ലോകാത്ഭുതമായ താജ്മഹലിലെ ചോർച്ച കണ്ടെത്തി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് ചോർച്ച കണ്ടെത്തിയത്. 73 മീറ്റർ ഉയരെ താഴികക്കുടത്തിലെ വിള്ളലെന്നാണ് കണ്ടെത്തല്. കല്ലുകൾക്കിടയിലെ കുമ്മായക്കൂട്ട് നഷ്ടപ്പെട്ടതാകാമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിലയിരുത്തല്. ചോർച്ച പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങി. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ 6 മാസം വേണ്ടിവരുമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.